ഓർത്തഡോക്സ് സഭയുടെ നേതൃസ്ഥാനത്തുള്ള കരയുടെ ചെല്ലും ചിലവും അത്താഴപ്പട്ടിണിക്കാരുടെ നേർച്ച പണമാണ്. ചിലവാക്കാൻ സ്വന്തമായി കയ്യിൽ പണമില്ലാത്തവൻ എന്തിന് ഈ സ്ഥാനങ്ങളിലൊക്കെ കയറിപ്പറ്റുന്നു? കരടിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അന്വേഷിക്കണം. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ആസ്തിയാണോ ഇപ്പോൾ ഉള്ളതെന്ന് വ്യക്തമായി അന്വേഷിക്കണം. പലപ്പോഴായി സഭയിൽ നിന്നും എഴുതിയെടുത്തിട്ടുള്ള ലക്ഷങ്ങളുടെ കണക്ക് പുറത്തുവിടണം. 2 വർഷം മുമ്പ് നടന്ന പൈതൃക സംഗമത്തിന് ലക്ഷറി കാരവാനിൽ യാത്ര ചെയ്ത പണം വരെ തെരുവ് വേശ്യയുടെയും വ്യാചകന്റെയും നേർച്ചപ്പണമാണ്. സഭയുടെ നേതൃത്വത്തിൽ വന്ന ശേഷം സ്വന്തമായി ലോണിട്ട് കാർ വാങ്ങി ആ കാറിന്റെ മുന്നിൽ സഭയുടെ പതാകയും കിട്ടി സഭയുടെ കാശിൽ ഡീസലും മേടിച്ച് ചെല്ലും ചിലവും വോച്ചർ രീതിയും അല്ലാതെയും കൈപ്പറ്റി കറങ്ങി നടക്കുന്നത് സഭയെ വളർത്താനോ തളർത്താനോ? വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സഭയിൽ നിന്നും വാങ്ങിയ പണത്തിന്റെ കണക്ക് സഭാ വിശ്വാസികൾക്ക് അറിയണം. മുൻപ് സഭയുടെ നേതൃസ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള സ്ഥാനീയർ സഭയുടെ ആവശ്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യുന്നത് സ്വന്തം കയ്യിലെ കാശ് കൊണ്ടായിരുന്നു. അതിലവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടെന്താ, അവരെ ദൈവം പന പോലെ വളർത്തി. എന്നാൽ ഇപ്പോൾ സഭയുടെ ആവശ്യത്തിന് മാത്രമല്ല, സ്വന്തം ആവശ്യത്തിന് പോലും യാത്ര ചെയ്യുന്നത് സഭാ ഭണ്ഡാരത്തിലെ നേർച്ചപ്പണത്തിലാണ്.